ഹായ് നമ്മൾ ഒരു ഗ്ലോബൽ വില്ലേജ് ലാസ്റ്റ് എൻഡായിട്ടോ. അപ്പോൾ എൻഡായപ്പോഴാണ് നമ്മൾ ആക്ച്വലി പോയത്. ഈ 2 വർഷമായി നമ്മൾ ഗ്ലോബൽ വില്ലേജ് പോയിട്ട്. ഇപ്പോൾ ഈ വർഷം പോകാമെന്ന് വിചാരിച്ച് ഗ്ലോബൽ വില്ലേജ് പോയി. 30 ദിറംസ് ആണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് ചാർജ് വരുന്നത്. നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിൽ 25 ആണ്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യില്ല, ഡയറക്റ്റ് പോവുക ചെയ്തത്. അപ്പോൾ 30 ദിറംസ് ആണ്. കിഡ്സിന് ഫ്രീ ആയിരുന്നു, ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കിഡ്സിന് ഫ്രീ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ പോയി ഭയങ്കര ക്രൗഡായിരുന്നു. പിന്നെ ചൂടും അതേപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. മോനെയും കൊണ്ട് പോയതുകൊണ്ട് അവന് കുറച്ച് നേരം നടക്കുമ്പോഴത്തേക്കും തന്നെ അവൻ ടയേർഡായി. എങ്ങനെയെങ്കിലും വീട്ടിൽ തിരിച്ചു പോയാൽ മതി എന്നുള്ള സിറ്റുവേഷനിലായിരുന്നു. ചൂടും ക്രൗഡും കൂടിയതുകൊണ്ട് നല്ല ചൂടുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ 2 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ടും പിന്നെ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. പൗലയിലൊക്കെ കയറി കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി. ചൂടും കൊണ്ടേ പിന്നെ ക്രൗഡും കൂടെ ആയപ്പോൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. വെറുതെ അങ്ങ് കറങ്ങി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി. ഫുഡിന് പിന്നെ റേറ്റ് എന്ന് പറയുന്നത് 35 ദിറംസ്. എന്ത് ഫുഡ് എടുത്താലും നമ്മൾ 35-30 ദിറംസ്. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ റേഞ്ച്. ഒരു 2-3 വർഷം മുമ്പൊക്കെ 20-25 അതൊക്കെ ആയിരുന്നു റേഞ്ച്. ഇപ്പോൾ എല്ലാത്തിനും കൂടി. അതേപോലെ ഇന്ത്യൻ പവലിയനിൽ പോയപ്പോഴും ഇന്ത്യൻ പവലിയനിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് തിങ്സൊക്കെ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അവിടെയും അതേപോലെ തന്നെ കോസ്റ്റ്ലി. പിന്നെ കൂടുതൽ ഞാൻ ഇയർ റിങ്സൊക്കെ പൗലിയൻ ഇന്ത്യൻ നിന്നാണ് വാങ്ങാറ്. ഇപ്പോൾ ഈ വർഷം അതും ഞാൻ വാങ്ങിയില്ല. കാരണം ഒരു രസമുള്ളതൊന്നുമില്ല. ഇപ്രാവശ്യം ഗ്ലോബൽ വില്ലേജ് അങ്ങനെ പോയത് അങ്ങോട്ട് അത്ര ഇഷ്ടമായിട്ടില്ല. കാരണം ചൂടായിരിക്കാം, മേ ബി ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ ആയിട്ട് വെതറായിട്ട് ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു മടുപ്പ് പോലെ വന്നത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഡിസംബർ, നവംബർ ആ ടൈമിലാണ് പോകാറ്. ഈ വർഷം പോകണ്ടേന്നും പറഞ്ഞ് പോയതാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ രസമായിരുന്നു. കുറേ നടക്കുമ്പോഴത്തേക്കും ക്ഷീണമാവില്ല. പിന്നെ കുറച്ചിരുന്ന് കുറച്ച് നടന്ന് പിന്നെ പിള്ളേരെയും കൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നമ്മുടെ ബഫൂൺ പോലത്തെ അവർ വന്നിട്ട്, അങ്ങനെ തന്നെയല്ലേ പറയാം, അവർ വന്ന് കുറച്ച് പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതാണ് പ്രാവശ്യത്തെ ക്ലബിൽ വലിയ ഹൈലൈറ്റ്. എന്താ സൗണ്ട്? നല്ല വ്യൂവിൽ തന്നെ കിട്ടുകയും ചെയ്തോണ്ട് ആകെ മൊന്നായത് പുറത്തിറങ്ങിക്കോ. ഫയർ ഹൗസിന് ഇത്ര ഇങ്ങനെ കിട്ടാനില്ല. കിട്ടില്ല. കൊള്ളാം. രസത്ര നല്ല സൗണ്ടൊക്കെ രസമുണ്ടാളൂ. കഴിഞ്ഞു. ഒന്നിനെ കാണുന്നില്ലല്ലോ. കഴിഞ്ഞു.